ഇനി നമ്മൾ പറയാൻ പോകുന്നത് ബിഫോർ ഗോയിങ് ടു നമ്മുടെ ഫയൽസിൻ്റെ ഓപ്പറേഷൻസ് പറയണ മുന്നേ എക്സെപ്ഷനെ കുറിച്ച് പറയാം. നിങ്ങൾക്കറിയാം ഒരു എറർ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും കുറേ എറർ എന്നൊക്കെ അല്ലേ. എറർ എന്ന് പറഞ്ഞാൽ നമ്മളൊരു പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് ഒരിക്കലും അത് റൺ ചെയ്യാൻ പറ്റുന്നില്ല. ഒരു ഇഷ്യൂ ആണ്. ആ ഇഷ്യൂ ക്ലിയർ ചെയ്യാണ്ട് നമുക്ക് ആ ഒരു പ്രോഗ്രാം റൺ ചെയ്യാൻ പറ്റുന്നില്ല. അത് റൺ ടൈമിൽ വരാം, കമ്പൈലിങ് ചെയ്യുന്ന സമയത്തും വരാം, ഇത് റൺ ചെയ്യുന്നതിന് മുന്നേ നമുക്ക് വരാം. അപ്പോൾ ആ പ്രശ്നം ഭയങ്കര ഗുരുതരമായതുകൊണ്ടല്ലേ അങ്ങനെ നമുക്കത് ഒരു ടാസ്ക് ചെയ്യാൻ പറ്റാത്തത്. അത് ഞാൻ എറർ വിളിക്കുക. എക്സെപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ റൺ ടൈം ചെയ്യുന്ന സമയത്താണ് പ്രശ്നം വരുന്നത്. ഓക്കെ, എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്താണ് പ്രശ്നം വരുന്നത്. അതിനെയാണ് നമ്മൾ എക്സെപ്ഷൻസ് എന്ന് വിളിക്കുക. നമുക്ക് എന്തിന് ഈ എക്സെപ്ഷൻസ് ഹാൻഡിൽ ചെയ്യാം, എന്തിനുകൊണ്ട് ഈ എക്സെപ്ഷൻസ് കൺട്രോൾ ചെയ്യണം, നമ്മുടെ കയ്യിൽ ഒതുക്കണം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 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 യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള എറർ മെസ്സേജ് കൊടുത്ത് യൂസ് ചെയ്യുന്ന ആൾക്ക് അത് മനസ്സിലാക്കാനും, അതായത് പ്രോഗ്രാം ഒരു ക്രാഷിംഗ് സ്റ്റേജിലേക്ക് പോകാതിരിക്കാനും നമ്മൾ എപ്പോഴും എക്സെപ്ഷൻ ഹാൻഡിൽ ചെയ്യണം എന്നാണ് പറയുക. അപ്പോൾ എററിൻ്റെ ഡെഫിനേഷൻ എന്താണ്? ഒരു ക്രിട്ടിക്കൽ ഇഷ്യൂ ആണ്, അത് റൺ ടൈമിലോ അതിന് മുന്നേ വരാൻ സംഭവിക്കാമെന്നാണ്. എക്സെപ്ഷൻ പറഞ്ഞാൽ റൺ ടൈം ബേസിസിൽ മാത്രം ഉണ്ടാകുന്ന സംഭവമാണ്. എറേഴ്സ് ഒരിക്കലും റിക്കവറബിൾ അല്ല, പക്ഷേ എക്സെപ്ഷൻ നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റും ത്രൂ ട്രൈ ആൻഡ് അക്സെപ്റ്റ് ബ്ലോക്ക്. ടൈപ്പ് എന്ന് പറഞ്ഞപ്പോൾ സിൻടാക്സ് എറർ, ലോജിക്കൽ എറർ, ഇൻഡൻറ്റേഷൻ എറർ, മെമ്മറി എറർ, ഇതൊക്കെ നമുക്ക് എററായിട്ട് പറയാം. എക്സെപ്ഷൻ എറർ എന്ന് പറയുന്ന സമയത്ത് വാല്യൂ എറർ, ഇൻഡെക്സ് എറർ, കീ എറർ, സീറോ ഡിവിസിബിലിറ്റി എറർ, അങ്ങനെ കുറേ സംഭവങ്ങൾ വരാം. ഇനി ഇപ്പോൾ സിൻടാക്സ് എറർ നിങ്ങൾക്ക് എക്സാമ്പിൾ അറിയാം. അപ്പോൾ പ്രിൻറ്റഡ് ബ്രാക്കറ്റിൽ ക്ലോസ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും വരും. ഇപ്പോൾ നിങ്ങളുടെ അവിടെ ഒരെണ്ണം സ്മോൾ ലെറ്റർ എ കൊടുത്തു, മറ്റേത് ക്യാപിറ്റൽ ലെറ്റർ എ കൊടുത്തു, ഓട്ടോമാറ്റിക്കലി മിഷൻ വരും രണ്ട് ആൾക്കാരാണെന്ന്. സീറോ ഡിവിഷൻ എറർ എങ്ങനെയാണെന്ന് ആലോചിച്ചാൽ, അപ്പോൾ ഞാൻ 10നെ 0 വെച്ച് 10 ഡിവൈഡഡ് ബൈ 0 എന്ന് കൊടുത്തു. ആസ് പെർ ദ റൂൾ ഒരു തെറ്റുമില്ല, പക്ഷേ 10നെ ഒരിക്കലും 0 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. ഇറ്റ്സ് എ ലോജിക്കൽ പ്രോബ്ലം, റൈറ്റ്? ലോജിക്കൽ ഇഷ്യൂ ആണത്. അങ്ങനെ വരുന്ന കേസുകളെയാണ് എക്സെപ്ഷൻ നമുക്ക് പറയാൻ പറ്റുക. എപ്പോഴാണ് ഇത് ഒക്കർ ചെയ്യുന്നത്? എറർ എപ്പോഴാണ് ഒക്കർ ചെയ്യുന്നത്? നമുക്ക് അത് ഡിറ്റക്ട് ചെയ്യുന്നത് എക്സിക്യൂഷന് മുന്നെയാണ്. ഇത് ആഫ്റ്റർ എക്സിക്യൂഷനാണ്, ഡ്യൂറിങ് എക്സിക്യൂഷനാണ് നമ്മൾ എക്സെപ്ഷൻസ് ഡിറ്റക്ട് ചെയ്യുന്നത്. ഓക്കെ, പലതരം എക്സെപ്ഷൻസ് ഉണ്ട്. ബേസിക് ആയിട്ടുള്ള കുറച്ചെണ്ണം പറയുന്നത് ഫയൽ നോട്ട് ഫൗണ്ട്. നമ്മൾ ഫയൽ ഹാൻഡ്ലിംഗ് പഠിക്കുന്നതുകൊണ്ട് ഞാൻ പറയുന്നത് ഫയൽ നോട്ട് ഫൗണ്ട് എറർ. അതെന്താണെന്ന് വെച്ചാൽ ഒരു ഫയൽ ഓപ്പൺ ചെയ്യാൻ നോക്കുകയാണ്, പക്ഷേ ആ ഫയൽ അവിടെ ഇല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ വരുന്നത് ഫയൽ നോട്ട് ഫൗണ്ട് എറർ ആയിരിക്കും. ഇനി ഒരു നമ്പറിനെ 0 വെച്ച് ഡിവൈഡ് ചെയ്യാൻ നോക്കുകയാണ്, ഒരിക്കലും നമുക്ക് സാധിക്കില്ല. അപ്പോൾ വരുന്ന എറർ സീറോ ഡിവിഷൻ എററാണ്. വാല്യൂ എറർ, അതായത് ഞാനിവിടെ യൂസ് ചെയ്യുന്ന വാല്യൂ കറക്റ്റ് ടൈപ്പ് അല്ല, ഞാൻ ഉദ്ദേശിക്കുന്നത് ഇൻറ്റിജർ വാല്യൂ, പക്ഷെ എൻ്റെ ഉള്ളത് ഫ്ലോട്ടാണ്. സോ അങ്ങനത്തെ പറയുന്നത് വാല്യൂ എററാണ്. ഇൻഡെക്സ് എറർ പറഞ്ഞാൽ എനിക്ക് 4 വാല്യൂസ് ഉള്ളൂ, പക്ഷെ ഞാൻ അഞ്ചാമത്തെ ആളെ ചോദിക്കുക. അങ്ങനത്തെ ഒരു 5 എന്ന് പറഞ്ഞ ഇൻഡെക്സ് ഉണ്ടോ? ഇല്ല. അതാണ് ഇൻഡെക്സ് എറർ. കീ എറർ, ഇപ്പോൾ ഡിക്ഷണറിയിൽ കീ ഇല്ല, പക്ഷേ കീ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇല്ലാത്തൊരു കീനെ വിളിച്ചുകൊണ്ടിരിക്കുക. നടക്കുമോ? നടക്കില്ല. അങ്ങനത്തെ കേസുകളാണ് പറയണത്. അപ്പോൾ ബേസിക്കായിട്ട് ട്രൈ എക്സെപ്റ്റ് ബ്ലോക്ക് ഉദ്ദേശിച്ച് പറയാം. നമ്മൾ എന്താണോ നിങ്ങളുടെ പ്രോഗ്രാമിൽ വരുന്ന എറർ, നിങ്ങൾക്ക് ഡൗട്ടുള്ള കേസുള്ള കോഡ് നമ്മൾ റിസ്കി കോഡ് നമ്മൾ ട്രൈൻ്റെ ഉള്ളിൽ കൊണ്ടിടും. ഓക്കെ, കണ്ടോ? ഈ ട്രൈൻ്റെ ഉള്ളിൽ നമ്മൾ റിസ്കി ആയിട്ടുള്ള കോഡ്, നിങ്ങൾക്ക് കൺഫ്യൂഷനുള്ള കോഡ് ഇതിൻ്റെ ഉള്ളിൽ കൊണ്ടിടും. ഇതെന്ന് വരുന്ന എററുകളെ കണ്ടുപിടിക്കാനും അതിനെ പിടിക്കാനും ക്യാച്ച് ചെയ്യാനും വേണ്ടിയിട്ടാണ് എക്സെപ്റ്റ് ബ്ലോക്ക് നിൽക്കുന്നത്. ഓക്കെ, ഇത് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. ഇവിടെ നമുക്ക് എന്ത് വേണമെങ്കിൽ പേര് കൊടുക്കാം, എക്സെപ്ഷൻ എന്നൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ കൊടുക്കാം. നിങ്ങൾക്ക് എന്താണോ കൺഫ്യൂഷനുള്ള കോഡ് അതിൻ്റെ ഉള്ളിൽ കിട്ടും. എക്സെപ്റ്റ് ബ്ലോക്കിൽ നിങ്ങൾക്ക് എറർ അറിയാമേ, കൺഫ്യൂഷനുള്ള എറർ ആണെന്നുണ്ടെങ്കിൽ ആ കൺഫ്യൂഷൻ എക്സെപ്ഷൻ്റെ പേര് ഇവിടെ കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ എന്താ വെച്ചാൽ സ്റ്റേറ്റ്മെൻറ്റ് എഴുതാം. അതല്ല വേറെ എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ എൽസ് പാർട്ട് യൂസ് ചെയ്യാം. ഇതൊന്നും ഇല്ലെങ്കിലാണ് ഫൈനലി എന്നുള്ള കോൺസെപ്റ്റ്. ഫൈനലി കോഡ് എങ്ങനെയാണെന്ന് വെച്ചാൽ ട്രൈയും എക്സെപ്റ്റും എൽസും ഒന്നും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഫൈനലി എന്ന് പറഞ്ഞാൽ നമ്മൾ പറയില്ലേ, ഫൈനലി വി റീച്ച് ദ ഗോൾ എന്ന് പറയും അല്ലേ. അതെന്തുകൊണ്ടാണ്? എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് വർക്കായി, അതായത് കുഴപ്പമില്ലാതെ വർക്കായി എന്നുള്ളൊരു പോയിന്റ് നോട്ടിഫൈ ചെയ്യാനാണ് ഫൈനലി വർക്ക് ചെയ്യുന്നത്. സോ ട്രൈയും എക്സെപ്റ്റിലും എറർ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഫൈനലി നോക്കുന്നില്ല. ഫൈനലിയിൽ എത്തിക്കഴിഞ്ഞാൽ ഫൈനലി എന്താണോ ചെയ്യേണ്ടത് ചെയ്തു തരും. അതാണ് സംഭവം. അപ്പോൾ ട്രൈ എക്സെപ്റ്റ് എൽസ് ബ്ലോക്ക് അറിയണം. ട്രൈയിലാണ് നമ്മളുടെ കൺഫ്യൂഷൻ കോഡ് അല്ലെങ്കിൽ റിസ്കി കോഡ് എഴുതുന്നത്. അത് ക്യാച്ച് ചെയ്യണം. അതിൻ്റെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ നമുക്ക് ആരുണ്ട്? എക്സെപ്റ്റ് ബ്ലോക്ക് ഉണ്ട്. ഇതല്ലാതെ വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് വേറെ പ്രൊവിഷൻസ് പറയാനാണ് എൽസ് പാർട്ട് യൂസ് ചെയ്യുന്നത്. ഫൈനലി എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ചെയ്ത് വന്ന് ലാസ്റ്റ് എത്തി എന്ന് കാണിക്കാൻ അത് റെപ്രസെൻറ്റ് ചെയ്യാനാണ് ഫൈനലി ബ്ലോക്ക് യൂസ് ചെയ്യുന്നത്. ഇനി ചെറിയ എക്സാമ്പിൾസ് നോട്ടിലുണ്ട്, ജസ്റ്റ് നോക്കുക. എക്സ്പ്ലനേഷൻ ഞാൻ ഓൾറെഡി ഇപ്പോൾ പറഞ്ഞു, അതുകൊണ്ട് നിങ്ങൾക്ക് ഇനി കൂടുതൽ അറിയേണ്ട. ഫയൽ നോട്ട് ഫൗണ്ടർ, ഞാനൊരു ഫയൽ ഓപ്പൺ ചെയ്യാൻ നോക്കണം, ഫയൽ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഫയൽ നോട്ട് ഫൗണ്ടർ എന്ന് പറയാം. ഇപ്പോൾ നമ്മൾ റിസൾട്ട് 10നെ 0 വെച്ച് ഡിവൈഡ് ചെയ്യണം, അപ്പോൾ കിട്ടുന്ന എറർ എന്തായിരിക്കും? എന്തായാലും സീറോ ഡിവിഷൻ എററാണ്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന മെസ്സേജ് എന്താ? എറർ മെസ്സേജ് എന്താ? കനോട്ട് ഡിവൈഡ് ബൈ എ 0. ഓക്കെ, അങ്ങനെ. അടുത്ത് വാല്യൂ എറർ. എ ബി സി ഒരിക്കലും നമുക്കറിയാം, എ ബി സി എന്ന് പറഞ്ഞാൽ സ്ട്രിങ് ആണെന്ന്, പക്ഷെ ഞാൻ ഇൻഡ് ഓഫ് എ ബി സി എന്ന് പറഞ്ഞാൽ കൊടുക്കണം. ഒരിക്കലും കറക്റ്റായിട്ട് വരുമോ? വരില്ല. അപ്പോൾ എന്താ നമ്മൾ കൊടുക്കണത്? വാല്യൂ എറർ. എന്താ നമ്മൾ കൊടുക്കുന്ന മെസ്സേജ്? എന്താ? ഇൻവാലിഡ് നമ്പർ എന്നുള്ളത്. ഓക്കെ, ലിസ്റ്റിൽ 1 2 3 നമ്പേഴ്സേ ഉള്ളൂ. ഞാൻ എന്നിട്ട് ലിസ്റ്റ് ഓഫ് 5 കൊടുക്കുക. അങ്ങനെ ഒരു നമ്പർ ആ ഇൻഡെക്സ് പോലും ഇല്ല, കാരണം 0 1 2
കാരണം 345 അങ്ങനത്തെ നമ്പറേ ഇല്ല. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന സജഷൻ എന്താ, വരാൻ പോകുന്ന എറർ എന്തായിരിക്കും എന്നാ പറയണേ, ഇൻഡെക്സ് എറർ. അവിടെ കൊടുക്കുന്ന മെസ്സേജ് എന്താ, ലിസ്റ്റ് ഇൻഡെക്സ് ഔട്ട് ഓഫ് റേഞ്ച് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഓരോ ഇൻഡെക്സ് എററുകളെ കണ്ടുപിടിക്കുക. ഓക്കെ, ഇപ്പോൾ ട്രൈ എക്സെപ്റ്റ് ബ്ലോക്ക് എന്താണെന്നും എക്സെപ്ഷൻ എന്താണെന്നും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ജസ്റ്റ് ഒന്ന് നോട്ട് വായിക്കണം കേട്ടോ.